ഇങ്ങനെ ആയിരിക്കണമല്ലോ ഒരു എം എൽ എ ആണെങ്കിൽ. ഇതാരെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എം എൽ എ ആണ് AK അഷ്റഫ് സാഹിബ്. മൂപ്പരെന്ന് വെച്ചാൽ ജനകീയ എം എൽ എ എന്നാണ് പറയപ്പെടുന്നത്, അറിയപ്പെടുന്നതും. അത് ജനങ്ങൾ വിളിക്കുന്ന ഒരു പേരാണ് ജനകീയ എം എൽ എ. ആ ഒരു പട്ടം കിട്ടണമെങ്കിലല്ലേ ഒരു എം എൽ എക്ക് ഇങ്ങനെയുള്ള ഒരു നല്ലൊരു അഭിപ്രായം കിട്ടണമെങ്കിൽ എത്രത്തോളം നല്ലതായിരിക്കും അല്ലേ സുഹൃത്തുക്കളെ ആ എം എൽ എ. മൂപ്പർക്ക് ജാതി മതം അങ്ങനെ ഒന്നുമില്ല. മൂപ്പര് പറയുന്നതിന് എന്നെ ജയിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും മൂപ്പര് ഏത് സമയത്തും ഏതൊരവസ്ഥയിലും മൂപ്പര് എത്തിച്ചെല്ലും. അങ്ങനെയുള്ള ഒരു എം എൽ എ ആണ്. ഏത് സമയം ഇങ്ങനെയുള്ള എം എൽ എ കിട്ടാൻ എത്ര ഭാഗ്യം നൽകണം ആ നാട്ടിലത്തെ ആളുകൾക്കല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതൊരു കൗതുകം തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള എം എൽ എ കിട്ടാൻ നമ്മളും ആഗ്രഹിച്ചു പോകുന്നില്ലേ. അതൊന്നുമല്ല വിഷയം. വിഷയം എന്ന് വെച്ചാൽ മുമ്പ് ഏതൊരു രാജ്യത്ത് അവിടുത്തെ രാജാവ് ഒരു പരിപാടിക്ക് പോയിട്ടാകുമ്പോൾ ഒരു കുട്ടി കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും വേണ്ടി കാണിട്ടാകുമ്പം ആ രാജാവ് ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു പോയി. പിന്നെ അത് മീഡിയയിൽ കൂടിയിട്ട് അറിഞ്ഞതിന് ശേഷം ആ രാജാവ് ആ കുട്ടിൻ്റെ വീട്ടിൽ പോയി ആ കുട്ടിനെ കെട്ടിപ്പിടിച്ച് ആ കുട്ടിക്ക് കൈ കൊടുക്കുന്നതും ആ കുട്ടിൻ്റെ ഫാമിലിയിൽ പോകുന്നതും വീട്ടിൽ പോകുന്നതെല്ലാം ഒരുപാട് വീഡിയോ കണ്ടിട്ട് അത് ഭയങ്കര വൈറലായിപ്പോയിനി. അത് ഏതൊരു രാജ്യത്ത് തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള സംഭവമാണ് നമ്മുടെ കേരളത്തിലെ ഈ ഒരു എം എൽ എ ചെയ്തത്. എന്താണെന്നല്ല ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഒരു പരിപാടിക്ക് ആ എം എൽ എ പോകുന്നു. ആ എം എൽ എ പോയിട്ടാകുമ്പോൾ എല്ലാവർക്കും അവരെ കൈ കൊടുക്കുന്നു. അപ്പോൾ അവിടുന്ന് ഒരു പയ്യൻ കൈ നീട്ടിട്ട് നോക്കുമ്പോൾ മൂപ്പർക്ക് അത് ശ്രദ്ധിച്ചില്ല. മൂപ്പർ ആ ശ്രദ്ധിക്കാതെ അങ്ങനെ മൂപ്പർ അങ്ങനെ ഇറങ്ങി അങ്ങനെ പോയി നടന്നു പോയി. ഇതെന്തായി മീഡിയയിൽ കൂടിയിട്ട് ഭയങ്കര വൈറലായി. അതറിഞ്ഞിട്ട് മൂപ്പർ തിരിച്ച് വന്നിട്ട് ആ പയ്യനെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ മൂപ്പര് ആ കാണിക്കുന്ന ഓരോരോ ഇത് കാണുമ്പോൾ ഇല്ലേ വല്ലാതെ സന്തോഷം. ആ പയ്യന് എത്രത്തോളം സന്തോഷമായിട്ടുണ്ടാവുമല്ലേ ഇങ്ങനെയുള്ള സമയം. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു എം എൽ എ ഇതാണ്. അപ്പോൾ അതൊന്നും വൈറലായില്ല. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ഇങ്ങനെയുള്ള രാഷ്ട്രീയം നോക്കുന്ന ആൾക്കാർക്ക് അതൊന്നും വൈറലായില്ല. ഇങ്ങനെയുള്ള എം എൽ എ ആണ് നമുക്കും വേണ്ടത്.